പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമം ഉയർത്തപ്പെടുമാറാകട്ടെ. രാവിലെ സമയം ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള ക്രൈസ്തവ വന്ദനങ്ങളെ പ്രഭാതത്തിൽ അറിയിക്കുന്നു. ഇന്ന് രാവിലെ അല്പനിമിഷങ്ങൾ ദൈവവചനം ധ്യാനിക്കാൻ വേണ്ടി പോവുകയാണ്. വളരെ ഗൗരവമുള്ളൊരു വിഷയം ഞാൻ നിങ്ങളുമായി ഒന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ബൈബിൾ തുറന്ന് ഞാൻ സംസാരിക്കുന്ന ഭാഗങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ നന്നായിരിക്കും എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഒട്ടും മുഖവുരകൾ കൂടാതെ നമുക്ക് തിരുവഴുത്തിലേക്ക് ശ്രദ്ധയെത്തിരിക്കാം. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നത്. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. അങ്ങനെ തന്നെ നാവും ഒരു ചെറിയ അവയവം എങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. സ്തോത്രം. വാക്യം ഒരിക്കൽ കൂടെ ഞാൻ വായിക്കുന്നു. അങ്ങനെ തന്നെ നാവും ഒരു ചെറിയ അവയവം എങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. സ്തോത്രം. യാക്കോബിന്റെ ലേഖനം നമുക്ക് പുതിയ നിയമത്തിൽ 5 യാക്കോബുമാരെ കാണാൻ കഴിയുന്നുണ്ട്. അതിൽ ഈ ലേഖനം എഴുതിയ യാക്കോബ് യേശുക്രിസ്തുവിന്റെ സഹോദരനായ യാക്കോബ് അല്ലെങ്കിൽ അർത്ഥ സഹോദരനായ യാക്കോബാണ് ഈ ലേഖനം എഴുതുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഐഹിക ജീവിതകാലത്തോ ശുശ്രൂഷകാലത്തൊന്നും ഇദ്ദേഹം രക്ഷിക്കപ്പെട്ടിരുന്നില്ല. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷമാണ് ഇദ്ദേഹം രക്ഷിക്കപ്പെടുന്നത്. എന്നാൽ യാക്കോബിന്റെ ലേഖനത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത, കർത്താവായ യേശുക്രിസ്തുവിന്റെ 3 പ്രധാന പ്രഭാഷണങ്ങളിൽ ഒന്നായ പർവ്വത പ്രസംഗം അല്ലെങ്കിൽ ഗിരിപ്രഭാഷണം, മത്തായി 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ. ഈ ഗിരിപ്രഭാഷണത്തിൽ നിന്ന് ഒരു 15ഓളം കാര്യങ്ങൾ അടർത്തിയെടുത്ത് യാക്കോബ് തന്റെ ലേഖനത്തിൽ ചേർത്തിട്ടുണ്ട്. യേശുവിന്റെ മറ്റു ശിഷ്യന്മാരാരും അങ്ങനെ ചെയ്തതായിട്ട് എനിക്കറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് വേദചിന്തകന്മാർ പറയുന്നത്, ഇദ്ദേഹം യേശുവിന്റെ കാലത്ത് രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിലും യേശുവിന്റെ പ്രസംഗം കേട്ടിട്ടുണ്ട്. അദ്ദേഹം രക്ഷിക്കപ്പെട്ടതിന് ശേഷം അന്ന് തന്നെ സ്വാധീനിച്ച യേശുവിന്റെ പ്രഭാഷണത്തിലെ ഈ 15ഓളം കാര്യങ്ങൾ തന്റെ ലേഖനത്തിൽ ആഡ് ചെയ്തതായിരിക്കാം എന്നുള്ളതാണ് ബൈബിൾ സ്കോളേഴ്സ് ഒക്കെ ഈ വിഷയത്തെക്കുറിച്ച് അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നത്. അത് മാത്രമല്ല, 2 പ്രാവശ്യം മാത്രമേ യേശുക്രിസ്തുവിനെ കുറിച്ച് ഈ ലേഖനത്തിൽ താൻ പരാമർശിക്കുന്നുള്ളൂ. പക്ഷേ 2 പ്രാവശ്യമേ യേശുവിനെ കുറിച്ച് പരാമർശിക്കുന്നുള്ളെങ്കിലും യേശുവിന്റെ ഉപദേശങ്ങളുടെ ഒരു വലിയ മാറ്റൊലി തന്റെ ലേഖനത്തിലൂടെ താൻ പറഞ്ഞു വെക്കുന്നുണ്ട്. സ്തോത്രം. യാക്കോബിന്റെ ലേഖനത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എപ്പോഴും പൊതുവായി എൻ്റെ പ്രസംഗ മേഖലകൾ പറയാറുണ്ട്. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഇവരുടെ 3 പേരുടെ ലേഖനങ്ങൾ ഒന്ന് കമ്പയർ ചെയ്താൽ പത്രോസിന്റെ ലേഖനം പ്രത്യാശയുടെ ലേഖനം എന്ന് പറഞ്ഞാൽ താൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നാൽ ആളുകളെ മോട്ടിവേഷൻ ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ പ്രത്യാശ പകരുന്ന പ്രസംഗവും ലേഖനവുമാണ്. യാക്കോബ് അതിൽ നിന്ന് വ്യത്യസ്തനാണ്. യോഹന്നാന്റെ ലേഖനം നോക്കിയാൽ യോഹന്നാന്റെ ലേഖനം സ്നേഹത്തിന്റെ അപ്പോസ്തലനാണ് യോഹന്നാൻ. അദ്ദേഹം സ്നേഹത്തിന്റെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. നിങ്ങൾ യോഹന്നാന്റെ ലേഖനങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ അവിടെ കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ, പിതാക്കന്മാരെ എന്നൊക്കെ വിളിച്ച് വളരെ സ്നേഹത്തിലാണ്. പ്രത്യാശയുടെ
ലേഖനം എഴുതാൻ കുറച്ച് പ്രത്യാശയുടെ വാക്കുകളും സ്നേഹത്തിന്റെ ലേഖനം എഴുതാൻ കുറച്ച് സ്നേഹത്തിന്റെ ഭാഷാപ്രയോഗങ്ങളുമാണ് മതി. പക്ഷെ യാക്കോബ് അദ്ദേഹം ഒരു പ്രവർത്തികളുടെ അപ്പോസ്തലനാണ്. പ്രവർത്തികളുടെ അപ്പോസ്തലനായ യാക്കോബിന് ലേഖനം എഴുതണമെങ്കിൽ, പ്രസംഗിക്കണമെങ്കിൽ ജീവിച്ച് കാണിക്കണം. സ്തോത്രം. പ്രസംഗിക്കാൻ ഇന്ന് പല ആളുകൾക്കും വായനയും വാക്കും അറിവും മതി. പക്ഷേ ജീവിച്ച് കാണിച്ചിട്ട് പ്രസംഗിക്കുന്ന ദൈവദാസന്മാർ നമ്മുടെ ഇടയിൽ കുറവാണ്. സ്തോത്രം. അങ്ങനെയുള്ള ദൈവദാസന്മാരാണ് ഈ തലമുറയിൽ വളരെ അത്യാവശ്യമായി വേണ്ടത്. സ്തോത്രം. യാക്കോബിന്റെ ലേഖനത്തെക്കുറിച്ച് ഒത്തിരി ചിന്തകൾ നമുക്ക് പറയാനുണ്ട്. എങ്കിലും ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നമ്മുടെ വാക്യത്തിലേക്ക് വരാം. ഈ ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം വിശ്വാസവും പ്രവൃത്തിയും എന്നുള്ളതാണ്. വിശ്വാസവും പ്രവൃത്തിയും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ യാക്കോബിന്റെ ലേഖനം വളരെ സൂക്ഷിച്ച് പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇതിന്റെ താക്കോൽ വാക്യം 2-ാം അധ്യായം 17-ാം വാക്യമാണ്. അങ്ങനെ വിശ്വാസവും പ്രവൃത്തികൾ ഇല്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു എന്നുള്ളതാണ് ഇതിന്റെ താക്കോൽ വാക്യം. നമ്മൾ ഈ ലേഖനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യം പറഞ്ഞ് നമുക്ക് വാക്യത്തിലേക്ക് വരാം. യാക്കോബിന്റെ ലേഖനത്തെ പൊതുവെ ബൈബിൾ സ്കോളേഴ്സ് വിളിക്കുന്നത് സ്പിരിച്വൽ മച്യൂരിറ്റി എന്നാണ്. ആത്മീക പക്വതയുടെ ലേഖനം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ നിത്യതയിലെത്തിക്കാൻ, അവനെ ആത്മീക പക്വതയുടെ ഉയർച്ചയിലെത്തിക്കാനുള്ള എല്ലാ ടിപ്സും യാക്കോബ് ഇതിൽ പറയുന്നു. നമ്മൾ ഇതിനകത്തെ 5 അധ്യായങ്ങളൊന്ന് പരിശോധിച്ചാൽ ഓരോ അധ്യായങ്ങൾക്കകത്തും ആത്മീക പക്വതയ്ക്ക് വേണ്ട ഓരോ വിഷയങ്ങൾ പറയുന്നുണ്ട്. അത് തലക്കെട്ടാക്കി നിർത്തിയിട്ടാണ് താൻ ആ അധ്യായം മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സ്തോത്രം. ഞാനൊന്ന് ഓടിച്ച് പറയാം. സ്തോത്രം. 1-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ വന്നാൽ ആത്മീക പക്വതയുള്ളവന്റെ ലക്ഷണം യാക്കോബ് പറയുന്നത് അവൻ പരിശോധനകളിൽ സഹിഷ്ണുതയുള്ളവനായിരിക്കും എന്നാണ്. ആത്മീക പക്വതയുള്ളവന്റെ ലക്ഷണം ഒരു പരിശോധന വരുമ്പോൾ ഉടനെ കുറെ പദം പറയുകയോ, അയ്യോ ഞങ്ങൾ ആർക്കും ഒരു ദോഷം ചെയ്തില്ല, പിന്നെ ഞങ്ങൾക്ക് എന്താ ഇത് വരാൻ കാരണം, ഇത്രയും പ്രാർത്ഥിച്ചിട്ടൊരു വിടുതലില്ലല്ലോ, ഇനി എപ്പോഴാ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവൻ പറയുകയല്ല. പിന്നെ അവൻ പരിശോധനകൾക്കകത്ത് സഹിഷ്ണുതയുള്ളവനായിരിക്കും. അങ്ങനെ സഹിഷ്ണുത പ്രാപിക്കണമെങ്കിൽ, അങ്ങനെ സഹിഷ്ണുത പരിശോധനയിൽ നിങ്ങൾ കാണിക്കണമെങ്കിൽ നിങ്ങൾ ഉയരത്തിലെ ജ്ഞാനം പ്രാപിച്ചിരിക്കണം. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ഒരു പരിശോധന വരുമ്പോൾ ദൈവം എന്തിനാണ് എന്നെ ഈ പരിശോധനയിലൂടെ ഇപ്പൊ കടത്തിവിട്ടത്, എനിക്ക് ഈ പരിശോധന ദൈവം അനുവദിക്കാനുള്ള കാരണം എന്താണ് എന്ന് ഒരു വിശ്വാസി മനസ്സിലാക്കിയാലേ അവൻ പരിശോധനയുടെ നടുവിൽ സഹിഷ്ണുതയോടിരിക്കുകയുള്ളൂ. അങ്ങനെ മനസ്സിലാകണമെങ്കിൽ ഉയരത്തിലെ ജ്ഞാനം വേണം. അതില്ലെങ്കിൽ അതുകൊണ്ട് യാക്കോബിന്റെ ലേഖനം 1:5 യാക്കോബ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ, എൻട്രൻസ് എഴുതാനുള്ള ജ്ഞാനം അല്ല ഇത്, പരിശോധനയിൽ സഹിഷ്ണുതയോടെ ഇരിക്കാൻ, പരിശോധനയിലൂടെ കയറ്റിവിട്ടത് എന്തിനാണ് എന്ന് അറിയാനുള്ള ജ്ഞാനം നിങ്ങൾക്കില്ലെങ്കിൽ ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് നിങ്ങൾ ആ ജ്ഞാനത്തിനായി യാചിപ്പാനാണ് യാക്കോബ് പറയുന്നത്. അപ്പോൾ 1-ാം അധ്യായത്തിൽ പരിശോധനയിൽ സഹിഷ്ണുതയുള്ളവനാണ് ആത്മീക പക്വതയുള്ളവന്റെ 1-ാമത്തെ ലക്ഷണം. ഇനി 2-ാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ആത്മീക പക്വതയുള്ളവൻ, അവന്റെ 2-ാമത്തെ ലക്ഷണം അവൻ സത്യം സംസാരിക്കും. ചില ആളുകള് സത്യം പറയുകയില്ല. എന്നാണ്ട് ബ്രദറെ വിശേഷം എന്ന് ചോദിച്ചാൽ, ഒന്നുമില്ല. സത്യത്തിൽ അവരുടെ വീട്ടില് അവരുടെ മകൻ വിദേശത്ത് പോവുക, അതൊരു വിശേഷം, പക്ഷെ പറയല്ല. കാരണം പറഞ്ഞാൽ ബന്ധിച്ചു കളഞ്ഞാലോ എന്നുള്ള പേടി. ദൈവം കൊടുക്കുന്ന ഒരു നന്മ അങ്ങനെ അങ്ങ് ബന്ധിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ ദൈവത്തിന് എന്താ പ്രാധാന്യം? ചിലരോട് എവിടേക്കാന്ന് ചോദിച്ചാൽ, ഇവിടെ വരെ, അത് തിരുവനന്തപുരത്തേക്കാ പോയത്, പക്ഷെ പറയല്ല. ചെറിയ കാര്യത്തിന് പോലും സത്യം പറയില്ല. ആത്മീക പക്വതയുള്ളവൻ
കോംപ്രമൈസ് ചെയ്യത്തില്ല. സത്യം പറഞ്ഞിട്ടുള്ള ബന്ധങ്ങൾ മതി, സത്യം പറഞ്ഞിട്ടുള്ള നന്മകൾ മതി എന്നുള്ളതാണ് അവന്റെ ലക്ഷണം. സത്യം സംസാരിക്കും ആത്മീക പക്വതയുള്ളവൻ. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആത്മീക പക്വതയുള്ളവന്റെ 3-ാമത്തെ ലക്ഷണം, അവൻ നാവിന്മേൽ നിയന്ത്രണമുള്ളവനായിരിക്കും. നാവിന്മേൽ, വാക്കുകളിന്മേൽ നിയന്ത്രണമുള്ളവനായിരിക്കും. നമ്മൾ ഈ അധ്യായത്തിലോട്ടാണ് വരാൻ പോകുന്നത്, അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 1-ാം വാക്യമൊക്കെ ശ്രദ്ധിച്ചാൽ, ആത്മീക പക്വതയുള്ളവന്റെ 4-ാമത്തെ ലക്ഷണം, അവൻ സമാധാനകാംക്ഷിയായിരിക്കും. അവൻ ശണ്ടയ്ക്കും വഴക്കിന്റെയും പുറകെ പോകത്തില്ല. അവൻ ചെല്ലുന്നയിടത്ത് അവൻ വാ തുറന്നാൽ സമാധാനത്തിന് കാംക്ഷിക്കുന്ന കാര്യങ്ങളെ അവൻ ചെയ്യുള്ളൂ. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആത്മീക പക്വതയുള്ളവന്റെ ലക്ഷണം, അവൻ പ്രതിസന്ധികളിൽ പ്രാർത്ഥനാനിരതനായിരിക്കും. അവൻ പ്രതിസന്ധികളിൽ പ്രാർത്ഥനാനിരതനായിരിക്കും. ഇങ്ങനെ 5 ലക്ഷണങ്ങളാണ് ആത്മീക പക്വതയ്ക്ക് യാക്കോബ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ നമ്മൾ വായിച്ച 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഈ അധ്യായത്തിന്റെ വിഷയം തന്നെ നാവ് എന്നുള്ളതാണ്. ആത്മീക പക്വതയുള്ളവൻ നാവിന്മേൽ നിയന്ത്രണമുള്ളവനായിരിക്കും. നാവിനെ കുറിച്ച് പറയാൻ ഒരു അധ്യായം തന്നെ മാറ്റിവെച്ചിരിക്കുകയാണ് യാക്കോബ്. അപ്പോൾ അത് വളരെ പ്രധാനമുള്ള വിഷയമാണ്. ഇവിടെ നമ്മൾ വായിച്ച കുറുവാക്യം, അങ്ങനെ തന്നെ നാവും ചെറിയ അവയവുമെങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കും. പ്രിയരെ, നാവെന്ന് പറയുമ്പോൾ 2 ഓർമ്മകൾ നമുക്ക് വരും. ഒന്ന്, നമ്മെ പ്രോത്സാഹിപ്പിച്ച വാക്കുകൾ, എൻകറേജ് ചെയ്ത വാക്കുകൾ പറഞ്ഞ പല വാക്കുകളും പല ആളുകളെയും നമ്മുടെ ഓർമ്മയിലേക്ക് വരും. 2, നമ്മെ മുറിവേൽപ്പിച്ച, നമ്മെ വേദനിപ്പിച്ച, ഇൻസൾട്ട് ചെയ്ത വാക്കുകൾ, വ്യക്തികൾ നമ്മുടെ ഓർമ്മയിലേക്ക് വരും. നിങ്ങൾ ഈ 2 ഓർമ്മകളിൽ ഏത് ഗണത്തിൽ പെടുന്നതാണെന്ന് ഇപ്പോൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളുക. നിങ്ങൾക്കുണ്ടായ വേദനയും നിങ്ങൾ ഓർക്കും, നിങ്ങൾ വേദനിപ്പിച്ചവരിനെ. നിങ്ങൾ പറഞ്ഞ പ്രോത്സാഹനത്തിന്റെ വാക്കുകളും നിങ്ങൾ ഓർക്കും, നിങ്ങളോട് പറഞ്ഞ പ്രോത്സാഹനത്തിന്റെ വാക്കുകളും നിങ്ങൾ ഓർക്കും. ഈ നാവിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്, ഒരു പ്രധാന വിഷയം നാവിന്റെ ശക്തിയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഇതൊരു ഉണർവ് പ്രസംഗമല്ല, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാക്കുന്ന ഒരു സന്ദേശത്തിലേക്കാണ് വരുന്നത്. നാവിന്റെ ശക്തിയെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ യാക്കോബ് ഇവിടെ 3 പ്രോപ്പർട്ടീസ് കൊണ്ടുവരുന്നുണ്ട്. 3 പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ 3 വസ്തുക്കൾ. അതിനെ ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ച ആലങ്കാരിക പ്രയോഗത്തിലൂടെയാണ് ഈ നാവിന്റെ ശക്തിയെ നമ്മെ മനസ്സിലാക്കിപ്പിക്കുന്നത്. നമുക്കതൊന്ന് നോക്കാം. സ്റ്റോപ്പ്. 3-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ ശ്രദ്ധിക്കാം. 3-ാം അധ്യായത്തിന്റെ 3-4 വാക്യം. കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ട് അതിന്റെ ശരീരം മുഴുവൻ തിരിക്കുന്നുവല്ലോ. കപ്പലും എത്ര വലിയത് ആയാലും കൊടുങ്കാറ്റിടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിശയിലേക്ക് തിരിക്കുന്നു. ഇവിടെ നാവിന്റെ ശക്തിയെ വെളിപ്പെടുത്താൻ ഒന്നാമതായി ഉപയോഗിക്കുന്നത് 2 കാര്യങ്ങളാണ്. അതിലൊന്ന് കുതിരയാണ്, മറ്റൊന്ന് കപ്പലാണ്. കുതിരയും കപ്പലും. കുതിരയ്ക്ക് കടിഞ്ഞാൺ, കപ്പലിന് ഒരു ചെറിയ ചുക്കാൻ. അപ്പോൾ ചെറിയ കടിഞ്ഞാൺ ഒരു കുതിരയെ നിയന്ത്രിക്കുന്നു. കുതിര എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പം നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഷുഗറുകാരൊക്കെ കഴിക്കുന്ന ഓട്സ്, അതിൽ ഇതിന്റെ ഹോഴ്സ് പവറാണ്. ചില വണ്ടിയുടെ പരസ്യങ്ങളിലൊക്കെ ഹോഴ്സ് പവർ എന്നാ പറയുന്നത്. എന്തിനാ ഈ ഹോഴ്സ് പവർ എന്ന് പറയുന്നത്? അത്ര പവറാണ്. ഇത്രയും പവറിൽ പായുന്ന കുതിരയെ ഒരു ചെറിയ കടിഞ്ഞാൺ നിയന്ത്രിക്കുന്നു. വലിയ കപ്പലാണ്, വലിയ കാറ്റടിച്ചാ പോകുന്നത്.
കൊടുങ്കാറ്റടിച്ചാ പോകുന്നത്. പക്ഷെ ഒരു ചെറിയ ചുക്കാൻ കൊണ്ട് അതിന്റെ ഗതിയെ, ദിശയെ നിയന്ത്രിക്കാൻ കഴിയും. അങ്ങനെങ്കിൽ നാവ് ശരീരത്തിലെ ചെറിയ ഒരു അവയവമാണെങ്കിലും അതിന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അവയവമാണ് നാവ്. അസ്ഥിയില്ലാത്ത അവയവം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. പുള്ളി അങ്ങനെ പെട്ടെന്നൊന്നും പ്രത്യക്ഷപ്പെടത്തില്ല, അകത്തിങ്ങനെ പതുങ്ങി കിടക്കത്തുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് പുള്ളി വെളിയിലോട്ട് വരും. വെളിയിലോട്ട് വന്നിട്ട് അകത്തോട്ട് പോകുമ്പോഴേക്കും പുള്ളി പല കുടുംബങ്ങളെയും വ്യക്തികളെയും നശിപ്പിച്ചിട്ടേ പോവുള്ളൂ. ആള് ചെറുതാണെങ്കിലും ചെയ്യുന്ന പ്രവൃത്തി വലുതാണ്. ഈ കടിഞ്ഞാൺ എന്തിനുപയോഗിക്കുന്നു? ഈ ചെറിയ ചുക്കാൻ എന്തിനാ ഉപയോഗിക്കുന്നത്? ഇത് നിയന്ത്രിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അല്ലെങ്കിൽ അതിന് മറ്റൊരു പ്രയോഗമുണ്ട്, നയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. 4-ാം വാക്യത്തിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. തനിക്ക് ബോധിച്ച ദിശയിലേക്ക് തിരിക്കാൻ കഴിയും. ഏതു ദിശയിലേക്ക് നയിക്കാനും ഈ കടിഞ്ഞാൻ കൊണ്ടും ചുക്കാൻ കൊണ്ടും കഴിയും. ഒരു കാര്യം പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന നാവ് ചിലരെ നയിക്കാനുള്ള നാവാണ്. നാവിന്റെ ശക്തിയിൽ ഒന്നാമത്തെ ശക്തി, നാവിനെ നയിക്കാനുള്ള ശക്തിയുണ്ട്. ചിലരെ നന്മയിലേക്ക് നയിക്കാൻ, ചിലരെ തിന്മയിലേക്ക് നയിക്കാം. 2 രീതിയിൽ നിങ്ങൾക്ക് നയിക്കാൻ കഴിയും. സ്തോത്രം. നന്മയിലേക്കും നിങ്ങൾക്ക് ചിലരെ നയിക്കാൻ കഴിയും, തിന്മയിലേക്കും നയിക്കാൻ. കുരുടനെ വഴിതെറ്റിക്കുന്നവൻ ശപിക്കപ്പെട്ടവനെന്നാണ് പഴയ നിയമം പറയുന്നത്. എന്ന് പറഞ്ഞാൽ വഴി അറിയാത്തൊരു കുരുടൻ ഇതാണ് ശരിയായ വഴി എന്ന് പറഞ്ഞ അങ്ങനെ റോങ് ദിശയിലേക്ക് നയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. 1855 ഏപ്രിൽ മാസം 21-ാം തീയതി എഡ്വേർഡ് കിംബോൺ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, എഡ്വേർഡ് കിംബോൺ, അദ്ദേഹത്തെ നിങ്ങൾക്ക് ആർക്കറിയാൻ വഴിയില്ല. അദ്ദേഹം ഒരു ഷൂ വാങ്ങിക്കാൻ ഒരു ഷൂ കടയിലേക്ക് ചെന്നു. അവിടെ ഒരു ഷൂ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ അദ്ദേഹം കണ്ടു. അദ്ദേഹത്തിന് ആ ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം ഈ ചെറുപ്പക്കാരന്റെ സുവിശേഷം, അയാൾ രക്ഷിക്കപ്പെട്ടു. അയാളെ നിങ്ങൾ അറിയും, അയാളുടെ പേര് D.L. മൂഡി എന്നാണ്. വിശ്വപ്രസിദ്ധനായ ഉണർവ് പ്രഭാഷകനായ D.L. മൂഡി. ആ D.L. മൂഡിയെ കൃത്യമായ പാതയിലൂടെ നയിച്ചയാളാണ് എഡ്വേർഡ്. അദ്ദേഹം അങ്ങനെ നയിച്ചത് കൊണ്ടാണ് D.L. മൂഡി ആ ലെവലിലേക്ക് എത്തിയത്. ഒരു ബർണബാസ് ശൗലിനെ കൃത്യമായ ദിശയിലേക്ക് നയിച്ചത് കൊണ്ടാണ് നമുക്കൊരു പൗലോസിനെ കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ദൈവാത്മാവ് പറയുന്ന ചിലരെ നേരായ പാതയിലൂടെ നയിക്കാനുള്ള ശക്തി നിന്റെ നാവിനുണ്ട്. അത് നിന്റെ ഭാര്യ ആയിരിക്കാം, ഭർത്താവായിരിക്കാം, കുഞ്ഞുങ്ങളായിരിക്കാം, സഭയിലുള്ളവരായിരിക്കാം, അയലോക്കംകാരായിരിക്കാം. നേരായ പാതയിലൂടെ നയിക്കാൻ, ഒരു ജനറേഷനെ എഴുന്നേൽപ്പിച്ച് അവരെ കൃത്യമായ ദിശയിലൂടെ നയിക്കാനുള്ള പവർ നിങ്ങളുടെ നാവിന്മേൽ ദൈവം പകർന്നിട്ടുണ്ട്. നയിക്കാൻ നമ്മുടെ നാവിന് പവർ ഉള്ളത് കൊണ്ടാണ് യാക്കോബ് 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്, സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാരാകരുത്. ഉപദേഷ്ടാക്കന്മാരുടെ പ്രത്യേകത, അവരാണ് ഉപദേശങ്ങൾ നൽകുന്നത്. നിങ്ങൾ നയിക്കുന്നത് കൃത്യമായ ഉപദേശത്തിലൂടെ അല്ലെങ്കിൽ കൃത്യമായ വഴിയിലൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അധികം ശിക്ഷാവിധി വരും. അതുകൊണ്ട് നിങ്ങൾ നാവിനെ സൂക്ഷിക്കണം, സംസാരം കുറയ്ക്കണം. ചില ആളുകളുടെ വാക്കുകൾ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ അദ്ദേഹത്തിന്റെ ഒറ്റ വാക്കാണ് എന്നെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിച്ചത്, ഞാൻ ഇന്ന് ആയിരിക്കുന്ന ഉയർച്ചയിൽ എത്തിച്ചത്. എത്ര നല്ല ഓർമ്മ. ഞാൻ ചിലത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പുള്ളിയുടെ ഒറ്റ വാക്കാണ് എന്നെ കുഴി കൊണ്ട് ചാടിച്ചത്. സ്തോത്രം. നിങ്ങൾ ഇതിനകത്ത് ഏത് ഗണത്തിൽപ്പെടും?
നിങ്ങളെക്കുറിച്ച് ആളുകൾ ഓർക്കുന്നത് ഒരാളെ നയിച്ച വ്യക്തിയായിട്ടാണോ, നേരായ പാതയിൽ നയിച്ച വ്യക്തിയായിട്ടാണോ, ഒരാൾക്ക് ജീവൻ പകരുന്ന രീതിയിൽ പ്രോത്സാഹനത്തിന്റെ വാക്കുകൾ പറഞ്ഞ വ്യക്തിയായിട്ടാണോ, അതോ നിങ്ങളെ ഓർക്കുന്നത് വേദനയുള്ള ഒരു ഓർമ്മയായിട്ടാണോ? ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടുമ്പോൾ ഒരു സ്വയപരിശോധനയ്ക്കും മടങ്ങിവരവിനും ഈ സന്ദേശം ഒരു കാരണമാകട്ടെ. സ്തോത്രം. അപ്പോൾ നാവിന്റെ ഒന്നാമത്തെ പവറാണ് ഞാൻ പറഞ്ഞത്, നയിക്കാനുള്ള ശക്തി. ഇനി നാവിന് രണ്ടാമതൊരു പവറുണ്ട്, അതുകൂടെ ഒന്ന് പെട്ടെന്ന് ചിന്തിക്കാം. 3-ാം അധ്യായം, യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യം. അവിടെയും ഈ നാവിന്റെ പവർ മനസ്സിലാക്കാൻ 2 പ്രോപ്പർട്ടീസുകൾ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് 6-ാം വാക്യത്തിൽ പറയുന്നു, നാവ് ഒരു തീ തന്നെ. അപ്പോൾ ഒന്നാമത്തെ പ്രോപ്പർട്ടി തീയാണ്. രണ്ടാമത് 7-ാം വാക്യത്തിൽ പറയുന്നു മെരുങ്ങുന്നു എന്നൊരു പദം. മെരുങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് മൃഗങ്ങളുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നാവിന്റെ ശക്തി മനസ്സിലാക്കാൻ രണ്ടാമത് യാക്കോബ് കൊണ്ടുവരുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് തീയ്, 2 മൃഗം. ഇതിന്റെ രണ്ടിനും പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത് രണ്ടും നശിപ്പിക്കുന്നതാണ്. മെരുങ്ങാത്ത മൃഗവും ഈ തീയും നശിപ്പിക്കുന്നതാണ്. അപ്പോൾ നാവിന്റെ രണ്ടാമത്തെ ശക്തി, നശിപ്പിക്കുന്ന ഒരു ശക്തി നാവിനുണ്ട്. എത്രയോ കുടുംബങ്ങൾ, എത്രയോ സഭകൾ ഒരു നാവ് ചലിച്ചു നിമിത്തം നശിച്ചു പോയ ചരിത്രമുണ്ട്. സ്തോത്രം. പ്രൈസ് ഗാഡ്. പ്രിയരെ, നാവുകൊണ്ട് മറ്റുള്ളവരെ നശിപ്പിക്കാൻ, മറ്റുള്ളവരെ ഇല്ലാതാക്കാൻ എളുപ്പമാണ്. എനിക്ക് തോന്നുന്നു യിരെമ്യാവിന്റെ പുസ്തകം 18-ാം അധ്യായം 18-ാം വാക്യത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. യിരെമ്യാവിനെ നോക്കി തന്റെ ശത്രുക്കൾ പറയുന്നു, നമുക്കവനെ നാവുകൊണ്ട് കൊന്നുകളയണം. എത്രയോ ദൈവദാസന്മാരെ നമ്മൾ നാവുകൊണ്ട് കൊന്നിട്ടുണ്ട് പ്രിയരെ. എത്രയോ പ്രിയപ്പെട്ടവരെ നാവുകൊണ്ട് നമ്മൾ ഇല്ലാതാക്കിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ദൈവം നാവ് തീയാന്നല്ലോ. ഈ തീയായ നാവിനെ ദൈവം ഇട്ടിരിക്കുന്നത് വെള്ളത്തിനകത്തായിട്ടേക്കുന്നത്. വായിക്കാത്ത വെള്ളത്തിനകത്ത്, വെള്ളത്തിൽ കിടന്നിട്ട് പോലും അവന്റെ പവർ ചെറുതല്ല, ഈ തീയുടെ പവർ ചെറുതല്ല. വെള്ളമില്ലാതെയുള്ള അവസ്ഥ എന്തുവരെ. സ്തോത്രം. ഈ കത്തുന്ന തീയെ ദൈവം വെള്ളത്തിൽ ഇട്ടിരിക്കുക. ഞാൻ ഈ ഭാഗം വായിച്ചപ്പം ഈ തീയെ ആളിപ്പടരണമെങ്കിൽ ഇവനൊരു ഫ്യൂവൽ ആവശ്യമുണ്ട്. എന്താ, അപ്പം മണ്ണെണ്ണ ഒഴിക്കുമ്പോഴാണ്, ഓയിൽ ഒഴിക്കുമ്പോഴാണ് തീ ആളിപ്പടരുന്നത്. അപ്പം ഈ തീക്ക് ആളിപ്പടരണമെങ്കിൽ ഫ്യൂവൽ ആവശ്യമുണ്ട്. എന്താണ് ഈ തീയുടെ ഫ്യൂവല്? നമുക്ക് നോക്കാം. സദൃശവാക്യം 26-ാം അധ്യായത്തിന്റെ 19-20 വാക്യം. 20-ാം വാക്യം നോക്കാം. സദൃശവാക്യം 26-ാം അധ്യായം 20-ാം വാക്യം. വിറക് ഇല്ലാഞ്ഞാൽ തീ കെട്ടുപോകും. അപ്പൊ തീയുടെ ആളിക്കത്തുന്ന ആ പടർച്ചയ്ക്ക് ആവശ്യമുള്ള ഫ്യൂവലാണ് വിറക്. സ്തോത്രം. അതുപോലെ സ്തോത്രം, നാവ് എന്ന തീയുടെ ആളിക്കത്തുന്ന പടർച്ചയ്ക്കുള്ള ഫ്യൂവലാണ് നുണയൻ. അതും 20-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നുണയൻ ഇല്ലാതായാൽ വഴക്കില്ലാതാകും. ഒരു നുണയൻ മതി, ഒത്തിരി വേണ്ട. ഒരു സഭയിൽ ഒരു നുണയൻ മതി, ഒരു വീട്ടിൽ ഒരു നുണയൻ മതി. അവൻ നാവിന്റെ ഫ്യൂവലാണ്. അവൻ വലിയ ലഹള സൃഷ്ടിക്കും, വഴക്ക് സൃഷ്ടിക്കും. ഒരു കാര്യം വളരെ വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയാം, നാവ് അത് പൊള്ളിക്കുന്നതാണ്, മുറിവേൽപ്പിക്കുന്നതാണ്. നമ്മുടെ നാവ് എത്രയോ പേരെ പൊള്ളിച്ചിട്ടുണ്ട്, എത്രയോ പേരെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. നാവിന് ചൂട് പിടിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. 39-ാം സങ്കീർത്തനം നമ്മൾ സ്ഥിരം വായിക്കുന്ന സങ്കീർത്തനമാ, 3-ാം വാക്യം. 39-ാം സങ്കീർത്തനം 3-ാം വാക്യം. എന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു,
എന്റെ ധ്യാനത്തിങ്കിൽ തീ കത്തി. തീ കത്തിയപ്പോൾ ഹൃദയത്തിൽ ചൂട് പിടിച്ചു. അപ്പൊ തീക്ക് ചൂട് പിടിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. നല്ല തണുപ്പൊക്കെ വരുമ്പോൾ നമ്മൾ തീ കൂട്ടിയിട്ട് കത്തിച്ചിട്ടാണല്ലോ തണുപ്പ് മാറ്റുന്നത്, ചൂട് ആകുന്നത്. ചില നാവുകൾ ചലിച്ചാൽ ചിലരുടെ ശരീരത്തിന് ചൂട് പിടിക്കും. ചില നാവുകൾ ചലിക്കുമ്പോൾ ചിലരെ ചൂട് പിടിപ്പിക്കും. അല്ലേ? ചില സഹോദരിമാരുടെ നാവ് ചലിച്ചാൽ സഹോദരന്മാരെ ചൂട് പിടിക്കും, ഇല്ലാത്ത വഴക്കിനെല്ലാം പോകും. ചില സഹോദരിമാര്, അച്ഛാമാര് ഈ പ്രസംഗം ഒന്നും ശ്രദ്ധിക്കത്തില്ല, അത് ഞായറാഴ്ച മിക്കവാറും പലരൊക്കെ ഉറക്കമായിരിക്കും, മിക്കവാറും പേരൊക്കെ. യോഗം കഴിഞ്ഞ് വന്നിരിക്കുമ്പോൾ അമ്മാമ്മ പറയുന്നത്, ഇന്നത്തെ പ്രസംഗം കേട്ടോ, പുള്ളി അത് ഉദ്ദേശിച്ചല്ലേ പറഞ്ഞു, ഇത് ഉദ്ദേശിച്ചല്ലേ പറഞ്ഞു, നിങ്ങൾ അത് കണ്ടോ? അതുകൊണ്ട് അമ്മാമ്മയുടെ നാവ് ചലിക്കുക, പുള്ളിയെ ചൂട് പിടിപ്പിക്കുക, അടുത്ത വഴക്കുണ്ടാക്കാൻ. സ്തോത്രം. നിങ്ങളുടെ നാവ് മറ്റുള്ളവരെ ചൂട് പിടിപ്പിക്കുന്ന നാവാണോ, അതോ നിങ്ങളുടെ നാവ് തണുപ്പിക്കുന്ന നാവാണോ? പൗലോസ് പറയുന്നു, എന്റെ ദാസനായ ഒനോസിമോസും തിമത്തിയോസും എന്റെ ഹൃദയം തണുപ്പിച്ചു. എത്ര പേർ ഇന്ന് രാവിലെ പറയും, നിങ്ങളുടെ നാവുകൾ മറ്റുള്ളവരെ ചൂട് പിടിപ്പിക്കുന്ന നാവല്ല, പകരം എന്റെ നാവ് നിരവധി പേരെ തണുപ്പിക്കുന്ന നാവാണ്. സ്തോത്രം. നിങ്ങളുടെ നാവ്, സ്തോത്രം, നുണയൻ എന്ന അല്ലെങ്കിൽ നുണ എന്ന ഫ്യൂവലിലൂടെ എത്രയോ ഇടങ്ങളിൽ പ്രശ്നങ്ങൾ ആളിപ്പടർത്തിയിട്ടുണ്ട്. സ്തോത്രം. ഇന്ന് രാവിലെ ദൈവാത്മ പറയുന്നു, ആരെങ്കിലും പൊള്ളിച്ചിട്ടുണ്ടോ, മുറിവേൽപ്പിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഓർമ്മയിൽ വരണം, ഞാൻ ലാസ്റ്റ് പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ തയ്യാറാകാൻ ദൈവാത്മ പറയുന്നു. നാവ് നശിപ്പിക്കാൻ ശക്തിയുള്ളതാണ്. സ്തോത്രം. ഒരു വിഷയം എന്ന് ചോദിച്ചാൽ, ഒരു നാവിലൂടെ ഒരാൾക്ക് ഇൻസൾട്ടിങ് വന്നാൽ, ഒരു നാവിലൂടെ ഒരാളെ അപമാനിച്ചാൽ മരണം വരെ അദ്ദേഹത്തെ വിട്ടുപോകത്തില്ല. മുറിവ് അതിങ്ങനെ അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കും അവരുടെ. ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ പൊങ്ങി വന്നവരെ വേട്ടയാടിക്കൊണ്ടിരിക്കും. നമ്മൾ ചെയ്യുന്ന നാശം ചെറുതല്ല. വളരെ അപൂർവ ആളുകൾക്ക് അത് ഹീലിംഗ് പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. ഇന്നർ ഹീലിംഗ്, അത് പരിശുദ്ധാത്മാവുമായുള്ള ആഴത്തിലുള്ള ബന്ധത്തിലൂടെ. ദയവായി വാക്കുകളുടെ പെരുപ്പം ലംഘനമുണ്ടാക്കുമെന്ന് സദൃശവാക്യത്തിൽ പറയുന്നു. മിതഭാഷണിയാകുക, സൂക്ഷിച്ച് സംസാരിക്കുക എന്ന് ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തും. മൂന്നാമത്തെ കാര്യം, നാവിന്റെ ശക്തിയുടെ മൂന്നാമത്തെ കാര്യം. ഒന്ന്, നമ്മൾ കണ്ടു നാവ് നയിക്കാൻ ശക്തിയുള്ളതാണ്. രണ്ട്, നമ്മൾ കണ്ടു നാവ് നശിപ്പിക്കാനുള്ള ശക്തിയുള്ളതാണ്. മൂന്നാമത്തേത് നമ്മൾ കാണുന്നത് 3-ാം അധ്യായം, യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. സ്തോത്രം. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. അവിടെ യാക്കോബ് 2 പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസുകളാണ് കാണിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് ഉറവ് എന്നതാണ്. സ്തോത്രം. ഉറവ് എന്നതാണ്. സ്തോത്രം. രണ്ടാമത്തേത് അത്തിവൃക്ഷം എന്നതാണ്. സ്തോത്രം. ഇത് രണ്ടും അവിടെയുണ്ട്. 11-ാമത്തെ വാക്യത്തിൽ ഉറവിന്റെ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. 12-ാമത്തെ വാക്യത്തിൽ അത്തിവൃക്ഷത്തെ കുറിച്ച് പറയുന്നു. അപ്പോൾ നാവിന്റെ ശക്തി കാണിക്കാൻ ഇവിടെ യാക്കോബ് പറയുന്നത്, ഒന്ന് ഉറവ്, രണ്ട് അത്തിവൃക്ഷം അല്ലെങ്കിൽ വൃക്ഷം. ഇത് രണ്ടും എന്തിനാന്ന് ചോദിച്ചാൽ, ഉറവെന്തിനാ? ഉറവിൽ നിന്ന് വെള്ളം പുറപ്പെടും. ഉറവെന്തിനാ? ജീവൻ പകരുന്നതാണ്. വൃക്ഷം ഫലം കൊടുക്കുന്നതാണ്. അപ്പോൾ നാവിന്റെ മൂന്നാമത്തെ ശക്തി, നന്മ ചെയ്യാനുള്ള, പോഷിപ്പിക്കാനുള്ള ശക്തി നാവിനുണ്ട്. നിങ്ങളുടെ നാവ് നന്മ ചെയ്യുന്ന നാവാണോ, അതോ പോഷിപ്പിക്കുന്ന നാവാണോ? സ്തോത്രം. ഈ സന്ദേശം ഞാൻ യൂട്യൂബിനകത്തിടും. മാക്സിമം ആളുകൾക്ക് നിങ്ങൾ കൊടുക്കണം. ഇത് പ്രയോജനപ്പെടുന്ന വിഷയമാണ്. സ്തോത്രം. നാവ് എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ജീവൻ പകർന്നു കൊടുക്കാൻ, മറ്റുള്ളവർക്ക് പോഷിപ്പിക്കാനുള്ള ശക്തി നാവിനുണ്ട്. സ്തോത്രം. സദൃശവാക്യം തന്നെ 10-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ ഈ ഉറവിനെ കുറിച്ച് വളരെ വ്യക്തമായി ശലോമോൻ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. സദൃശവാക്യം 10-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ പറയുന്നു, നീതിമാന്റെ വായ ജീവന്റെ ഉറവാകും. നീതിമാന്റെ വായിൽ ജീവന്റെ ഉറവുണ്ട്. നീതിമാന്റെ അധരങ്ങൾ
പോഷിപ്പിക്കുന്ന അധരങ്ങളാണ്. കൂടാതെ സദൃശവാക്യം 13-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവാകുന്നു. നിന്റെ അധരത്തിൽ നിന്ന് വീഴുന്ന ഉപദേശങ്ങൾ മറ്റുള്ളവർക്ക് ജീവന്റെ ഉറവാണ്. അതവരിലെത്തുമ്പോൾ മരണത്തിന്റെ കെണികൾ അഴിയും. സ്തോത്രം. നിന്റെ നാവ് ജീവിപ്പിക്കാൻ വേണ്ടി ഉപദേശം പറഞ്ഞാൽ, ഫലം കൊടുക്കുന്ന ഉപദേശം പറഞ്ഞാൽ, ചിലരുടെ മരണത്തിന്റെ ശാപങ്ങൾ, കെട്ടുകൾ പൊട്ടിമാറുമെന്ന് ഇവിടെ വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് എഴുതുകയാണ്. സ്തോത്രം. കൂടാതെ സദൃശവാക്യം 18-ന്റെ 4-ലേക്ക് വരുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, മനുഷ്യന്റെ വായിലെ വാക്ക് ആഴമുള്ള വെള്ളവും ജ്ഞാനത്തിന്റെ ഉറവ ഒഴുക്കുള്ള തോടുമാകുന്നു. നിന്റെ നാവിലെ വാക്കുകൾ, നിന്റെ നാവ് ആഴമുള്ള വെള്ളമുണ്ടാക്കും. അവർക്ക് വലിയ ഒഴുക്കുള്ള തോടുണ്ടാക്കുന്ന ഉറവാണ് നിന്റെ നാവ്. സ്തോത്രം. അത് മാത്രമല്ല, സ്തോത്രം, വീണ്ടും 18-ാം അധ്യായം തന്നെ സദൃശവാക്യം 18-ന്റെ 20, 21 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് 20-ാം വാക്യത്തിൽ വായുടെ ഫലത്താൽ മനുഷ്യന്റെ ഉദരം നിറയുമെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇന്ന് രാവിലെ ദൈവാത്മാവ് ചോദിക്കുന്നു, നിന്റെ നാവ് ജീവൻ പകർന്ന് ഫലം കൊടുത്തുകൊണ്ട് മനുഷ്യന്റെ ഉദരം നിറയ്ക്കുന്ന നാവാണോ, അതോ നിന്റെ നാവ് ആളുകളെ മുറിവേൽപ്പിച്ച് ആളുകളെ ഇല്ലാതാക്കിക്കൊണ്ട് അവരുടെ ഉള്ള ജീവനൂടെ നഷ്ടപ്പെടുത്തുന്ന നാവാണോ? സ്തോത്രം. ഇന്ന് രാവിലെ ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം. സ്തോത്രം. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് സംസാരിക്കുമ്പോഴാകട്ടെ, നിങ്ങളുടെ ഭർത്താവിനോട് സംസാരിക്കുമ്പോഴാകട്ടെ, നിങ്ങളുടെ മക്കളോട് സംസാരിക്കുമ്പോഴാകട്ടെ, മാതാപിതാക്കന്മാരോട് സംസാരിക്കുമ്പോഴാകട്ടെ, സഭയിലെ പാസ്റ്ററോട് സംസാരിക്കുമ്പോഴാകട്ടെ, സഹവിശ്വാസികളോട് സംസാരിക്കുമ്പോഴാകട്ടെ, മൊബൈൽ ഫോണിൽ കൂടെ സംസാരിക്കുമ്പോഴാകട്ടെ, നിങ്ങൾ നിങ്ങളുടെ മരുമക്കളോടാകട്ടെ, നിങ്ങൾ നിങ്ങളുടെ അമ്മായിമാരോടാകട്ടെ, ആരോട് സംസാരിക്കുമ്പോഴുമാകട്ടെ, നിങ്ങളുടെ നാവ് നയിക്കുന്ന നാവായിരിക്കണം, നന്മ ചെയ്യുന്ന നാവായിരിക്കണം, പോഷിപ്പിക്കുന്ന നാവായിരിക്കണം, നശിപ്പിക്കുന്ന നാവാകരുത്, മുറിവേൽപ്പിക്കുന്ന നാവാകരുത്. കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യരുത്. നീ കാറ്റ് വിതച്ചാൽ മരിക്കുന്നതിന് മുമ്പ് കൊടുങ്കാറ്റ് കൊയ്യേണ്ടി വരും. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് പറയുന്നു, നമ്മുടെ സോഷ്യൽ മീഡിയാസിലൂടെ, നമ്മുടെ വാട്സപ്പിലൊക്കെ എത്രയോ വിവരങ്ങൾ വരും. നമ്മൾ ഇങ്ങനെ ഫോർവേഡ് ചെയ്ത് പലർക്കും അയക്കും. പ്രിയരെ, നമ്മൾ കാണുന്ന വാർത്തകളിൽ 10% പോലും ശരിയല്ല. ശരിയായ വാർത്തകളുമുണ്ട്. പക്ഷെ ഇത് നമ്മൾ മറ്റൊരാൾക്ക് അയച്ചു കൊടുത്ത് നമ്മൾ ദോഷം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു വാർത്ത ഒരാളെ കുറിച്ച് വന്നു, ഇല്ലാത്ത വാർത്തയായിരിക്കും. നമ്മളത് ഫോർവേഡ് ചെയ്യുമ്പോൾ അയാളെ നശിപ്പിക്കുന്നതിനകത്ത് നമ്മളും ഭാഗവാക്കാകുകയാണ്. ഇന്ന് രാവിലെ ദൈവാത്മ പറയുന്നത്, ശരിയായ വാർത്തയാകട്ടെ അല്ലാത്തയാകട്ടെ, ഇത് ഫോർവേഡ് ചെയ്യാൻ നിൽക്കരുത്, ആ വാർത്ത ഷെയർ ചെയ്യാൻ നിൽക്കരുത്. ഇന്ന് രാവിലെ ആത്മാവ് പറയുന്നു, നിന്റെ നാവ് ദൈവം നിനക്ക് തന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് യാക്കോബോടെ പറയുന്നുണ്ട്, ഒരേ ഉറവിൽ നിന്ന് കയ്പും മധുരവും പുറപ്പെടരുത്. ദൈവത്തെ സ്തുതിക്കുന്ന ഈ നാവിൽ നിന്ന് മധുരമല്ലാതെ കയ്പ് പുറപ്പെടരുത്. ഇന്ന് രാവിലെ ഒരു തീരുമാനമെടുക്കണം. എന്റെ നാവ് ആരെയും നശിപ്പിക്കത്തില്ല, ആരെയും മുറിവേൽപ്പിക്കത്തില്ല, ചൂടുപിടിപ്പിക്കത്തില്ല, പൊള്ളലേൽപ്പിക്കത്തില്ല. പകരം എന്റെ നാവ് നയിക്കുന്ന നാവായിരിക്കും. എന്റെ കുഞ്ഞുങ്ങളെ നയിക്കുന്ന, എനിക്കറിയാവുന്നവരൊക്കെ വചനം കൊണ്ട് നയിക്കുന്ന, എന്റെ നാവ് മറ്റുള്ളവരെ പോഷിപ്പിക്കുന്ന, മറ്റുള്ളവർക്ക് ജീവൻ പകരുന്ന, നന്മ ചെയ്യുന്ന നാവായിരിക്കും എന്ന് തീരുമാനമെടുക്കാം. ഒരുമിച്ച് കണ്ണുകൾ അടയ്ക്കാം, തലകൾ വണക്കാം, പ്രാർത്ഥിക്കാം. ദയവായി ഈ സന്ദേശം ശാന്തമായി കേട്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കാം. പിതാവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു പുനർവിചിന്തനത്തിന്, ഒരു മടങ്ങിവരവിന്, ദൈവത്തിങ്കിലേക്കുള്ള മടങ്ങിവരവിന്, മാനസാന്തരത്തിന് കാരണമാകട്ടെ. വളരെ സൂക്ഷിച്ച ദിവസങ്ങളിൽ സംസാരിക്കും. ഞങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന നാവിനെ അങ്ങയുടെ നാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ദൈവം സഹായിക്കും. ഈ പ്രിയപ്പെട്ടവർക്ക് ഈ വചനം അനുഗ്രഹമാക്കി തീർക്കുന്നതിനായി സ്തോത്രം. എല്ലാ മഹത്വവും കർത്താവ് എടുക്കും. പ്രാർത്ഥന ഘട്ടത്തിന് സ്തോത്രം. ഒരുമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.
കർത്താവ് നമ്മുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതൃപുത്ര പരിശുദ്ധാത്മാകാം ത്രിയേക ദൈവത്തിന്റെ കൃപയും സമാധാനങ്ങളും ആശീർവാദം പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കേട്ട ദൈവവചനത്തോടും പിരിയുന്ന നാം ഓരോരുത്തരും ദൂരത്തും ചാരത്തുമുള്ള എല്ലാ വിശുദ്ധന്മാരോടും സമശിഷ്ടങ്ങളും കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ മേഘപ്രത്യക്ഷത വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയന്ദ്രിക പിതാവിനെ ശക്തിയോടെ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. എല്ലാവർക്കും വന്ദനം, നന്ദി. കർത്താവ് വചനങ്ങളെ നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൻഡ് താങ്ക് യു ഓൾ.